സ്ഥിരം കേൾക്കുന്ന ചില പദങ്ങളാണ് ത്രിഗുണം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഭഗവത്ഗീത മുഴുവനായി കേട്ടവർ അവർക്ക് നന്നായിട്ട് ഇത് അറിയാമായിരിക്കും. ഒരു പക്ഷേ അത് കേൾക്കാത്തവർക്ക് ഇതെന്താണ് ഈ സത്വഗുണം, രജോ ഗുണം, ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം വരാം. അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും ഇതറിയണം എന്നൊരു ആഗ്രഹവും ഉണ്ടായേക്കാം. അപ്പോൾ അത് കേൾക്കാത്തവർക്കായിട്ടാണ്, ഭഗവത്ഗീത ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർക്കായിട്ട് ഒരു സാമാന്യ വിവരണമാണ്. ഇതിനെക്കുറിച്ച് വിശദമായിട്ടറിയാൻ ഭഗവത്ഗീത പഠിക്കേണ്ടത് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഭഗവത്ഗീതയിലെ 14-ാമത്തെയും 17-ാമത്തെയും അധ്യായത്തിൽ ഈ ത്രിഗുണങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ത്രിഗുണങ്ങൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ സ്വഭാവത്തിൻ്റെ 3 വിഭാഗങ്ങളാണ് എന്ന് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെയൊക്കെ ഉള്ളിൽ ഒരേ ഒരു ഈശ്വര ചൈതന്യമാണ് ഉള്ളത്. ഒരേ ഒരു ഈശ്വര ചൈതന്യമാണ് ഉള്ളതെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മനുഷ്യർ ഇത്രയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ സ്വഭാവം ഇങ്ങനെ വ്യത്യാസപ്പെടാൻ കാരണം എന്താണ്? അതിന് കാരണം ഈ പ്രകൃതിയിൽ തന്നെയുള്ള ഈ ത്രിഗുണങ്ങളാണ്. ആയുർവേദ പ്രകാരം പറയാറുണ്ട്, നമ്മുടെ ശരീരത്തിൽ 3 ദോഷങ്ങളാണ്: വാതം, പിത്തം, കഫം. ഈ 3ഉം പ്രത്യേകിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഒന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ സുഖമായിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് അസുഖമൊന്നും ഇല്ലാത്തവരായിട്ട് ഇരിക്കുന്നത് ഇത് 3ഉം സമമായിട്ട് ഇരിക്കുന്ന സമയത്താണ്. അതേസമയം ഇതിലേതെങ്കിലും ഒന്നിന് കൂടുതൽ ഒരു പ്രഭാവം വരുമ്പോഴാണ്, ഒരുപക്ഷെ വാദത്തിന് കൂടുതൽ പ്രഭാവം വരുമ്പോഴാണ് കൈകാൽ കടച്ചിലുകളും വാദസംബന്ധമായ അസുഖങ്ങളും വരുന്നത്. ഇനി പിത്തമാണെങ്കിൽ നമുക്ക് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ വരുന്നു. കഫമാണെങ്കിൽ ജലദോഷം, പനി, അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുന്നു. പ്രധാനമായി ഈ 3 എണ്ണമാണ് ഉള്ളതെന്നും ബാക്കിയെല്ലാം ഇതിൻ്റെ ഒരു ശാഖകളായിട്ട് വരുന്നതാണ് നമ്മുടെ ബാക്കി എല്ലാ അസുഖങ്ങളും എന്നാണ് ആയുർവേദ പ്രകാരം. ഇതേപോലെ നമ്മുടെ മനസ്സിൻ്റെ സ്വഭാവത്തെ ബാധിക്കുന്ന 3 ഗുണങ്ങളാണ് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിനെക്കുറിച്ചാണ് ഒരു സാമാന്യ വിവരണം ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ 14-ാമത്തെ അധ്യായത്തിൽ, അതായത് ഭഗവത്ഗീതയിലെ 14-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ 5, 6, 7 ശ്ലോകങ്ങളിലായിട്ട് ഓരോന്നിൻ്റെയും ഒരു സാമാന്യ വിവരണം കൊടുത്തിട്ടുണ്ട്. അതായത് സത്വം, രജസ്, തമസ്. ഇതിൽ സത്വഗുണം നിർമ്മലത്വത്താൽ പ്രകാശമാനവും അതുപോലെ സുഖത്തോടും ജ്ഞാനത്തോടുമുള്ള സംഘത്താലും നമ്മെ ബന്ധിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ സത്വഗുണം വർദ്ധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു സമാധാനം, സന്തോഷം, അതുണ്ടാവണമെങ്കിൽ ഹൃദയശുദ്ധി ഉണ്ടാവണം. അങ്ങനെ ഹൃദയശുദ്ധി ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് ഈശ്വരനെ അടുത്തറിയാൻ സാധിക്കുക. അങ്ങനെ ഈശ്വരനെ അടുത്തറിയുന്നവർക്കാണ് ശാന്തി ലഭിക്കുക. അപ്പോൾ ഒരു മനഃശാന്തി, സുഖം, നിർമ്മലത്വം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സത്വഗുണികളാണ് എന്ന് അർത്ഥം. ഇത് നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. അത്രയും മാത്രമേ നമുക്കിതിനെ മനസ്സിലാക്കാനുള്ളൂ. ഓരോ പേര് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി രജോ ഗുണം എന്ന് വെച്ചാൽ അത് നമുക്ക് എന്തിനോടുമുള്ള ആസക്തി വർദ്ധിപ്പിക്കുന്നത് ഈ രജോ ഗുണമാണ്. അപ്പോൾ നമുക്ക് ഈ ലോകത്തോടുള്ള ജീവിത ആസക്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിനോട്, വ്യക്തികളോട് അമിതമായ ആസക്തി, അവരില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്ന രീതിയിലുള്ള ആ അനുരാഗം, ആസക്തി, എന്തുമാവട്ടെ, ഇതൊക്കെ രജോ ഗുണത്തിൻ്റെ പ്രഭാവമാണ് കാണിക്കുന്നത്. അവരിൽ രജോ ഗുണം കൂടുതലാണ് എന്ന് അറിയണം. അത് നമ്മുടെ ഉള്ളിൽ തൃഷ്ണ, അതായത് എത്ര കിട്ടിയാലും പോരാത്ത ഒരു ആഗ്രഹത്തെ വളർത്തുന്നതാണ് ഈ രജോ ഗുണം. ഇനി തമോ ഗുണം എന്നത് പൂർണ്ണമായും അജ്ഞാനത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ആ അജ്ഞാനത്തിലുള്ളവരോട്
ഇത്തരം ആധ്യാത്മികതയെക്കുറിച്ച് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുകയേ ഇല്ല. കാരണം അവരുടെ ഉള്ളിലെ ഗുണം കൊണ്ടാണ് അവരങ്ങനെ ആയിപ്പോയത്. അതവരുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടതാണ്. മാത്രമല്ല ഇത്തരം ആളുകളിൽ അലസത, അശ്രദ്ധ, ഒരു ഉറക്കം തൂങ്ങികൾ, ഒരു മന്ദത എപ്പോഴും ഉണ്ടാകും. അതാണ് ഈ തമോ ഗുണത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിത് ഒരു സത്സംഗത്തിൽ ഇത്തരം ആളുകളെ നമുക്ക് പ്രത്യേകമായി കാണാൻ സാധിക്കും. ഒരു സപ്താഹം നടക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. പൊതുവെ ആചാര്യന്മാർ സത്വഗുണികളായിരിക്കണം, അങ്ങനെ ആവണമെന്നാണ്. കാരണം സത്വഗുണികളായ ആചാര്യന്മാർക്ക് മാത്രമേ, ഹൃദയം നിർമ്മലമായിരിക്കുന്ന ആചാര്യന്മാർക്ക് മാത്രമേ ഈശ്വരനെ അടുത്തറിഞ്ഞ് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അനുഭവിക്കുമ്പോഴാണ് അത് അനുഭവിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കാണുന്നവർക്കും കേൾക്കുന്നവർക്കും അത് ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഒരാചാര്യൻ സത്വഗുണിയായിരിക്കണം. ഇനി ഒരു സത്സംഗം എന്ന് പറയുമ്പോൾ അത് ഏറ്റെടുത്ത് നടത്താൻ കുറച്ച് ആളുകൾ വേണം. സംഘാടക സമിതി. ആ സംഘാടക സമിതിയിൽ ഉള്ളവരൊക്കെ രജോ ഗുണികളായിരിക്കും. കാരണം ആ പ്രവൃത്തി ചെയ്യാനുള്ള ഉത്സാഹം, അതാണ് രജോ ഗുണത്തിൻ്റെ ഒരു പ്രത്യേകത. ഓടിച്ചാടി നടക്കണം, കാര്യങ്ങളൊക്കെ ഗംഭീരമായി നടക്കാൻ എന്തൊക്കെ ചെയ്യണമോ എപ്പോഴും കർമ്മനിരതരായിരിക്കുക. നിരതയാണ് ഈ രജോ ഗുണത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ സംഘാടകർ എപ്പോഴും രജോ ഗുണികളായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്കൊരിക്കലും ഇവിടെ വന്നിരുന്ന് ഇത് കേട്ടിരിക്കാനുള്ള ഒരു മാനസികമായ ഒരു ഇരുത്തം കിട്ടുകയില്ല. അവർക്കത് സാധിക്കില്ല. പിന്നെ ഒന്ന് തിരക്കായിരിക്കും. അവർ ഈ പരിപാടികൾ തീരുന്നത് വരെ അതൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ഒരു ആകാംക്ഷയിലായിരിക്കും. ഇനി ഇത് കാണാൻ വരുന്നവരിലുമുണ്ട് ഈ മൂന്ന് കൂട്ടരും. സത്വഗുണിയുമുണ്ട്, രജോ ഗുണിയുമുണ്ട്, തമോ ഗുണിയുമുണ്ട്. സത്വഗുണികളാണ് എങ്കിൽ ഇത് കേൾക്കുമ്പോൾ അവനവനെ ഒന്ന് നിരീക്ഷിക്കുക, നമ്മൾ ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന്. സത്വഗുണികളാണ് ഒരു സത്സംഗത്തിന് പോകുന്നതെങ്കിൽ അവർ പൂർണ്ണമായും മനസ്സർപ്പിച്ച് അവിടെ തന്നെ ഇരിക്കും. അതായത് മനസ്സും ശരീരവും അവിടെ തന്നെയായിരിക്കും ഈ സത്സംഗത്തിൽ. വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വീടിനെ കുറിച്ച് ചിന്തിക്കുകയേ ഇല്ല. പൂർണ്ണമായും ഈ സത്സംഗത്തിൽ മനസ്സർപ്പിച്ചുകൊണ്ട് വേറെ ഒരു ചിന്തയുമില്ലാതെ കഴിയാൻ ആർക്ക് സാധിക്കുന്നുവോ അവർ സത്വഗുണികളാണ് എന്ന് മനസ്സിലാക്കുക. അവർ അപ്പുറത്തോ ഇപ്പുറത്തോ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരുന്നതോ മറ്റുള്ളവരുമായി സംസാരിക്കാനോ അതിനൊന്നും അവർ നിൽക്കുകയില്ല. അവരുടെ ശ്രദ്ധ മുഴുവൻ ആചാര്യൻ പറയുന്ന കാര്യത്തിലായിരിക്കും. അതേസമയം രജോ ഗുണികളും ഇത്തരത്തിലുള്ള സത്സംഗത്തിൽ പോകും. പക്ഷെ പോയി 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും അവരങ്ങനെ ചഞ്ചലചിത്തരാകാൻ തുടങ്ങും. പെട്ടെന്ന് വീടിനെ ഓർക്കും. വീട്ടിൽ ഒരു പക്ഷേ ഇപ്പോൾ സ്ത്രീയാണ് വന്നിരിക്കുന്നതെങ്കിൽ വീട്ടിൽ ഭർത്താവ് വന്നിട്ടുണ്ടാകുമോ, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ, കുട്ടികൾ വരാൻ സമയമായോ, ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഒന്ന് ആ ഇരുത്തമൊന്നും ശരിയാവുന്നില്ല എന്ന് തോന്നും. കാലെടുത്ത് നീട്ടിവെക്കും, മടക്കി വയ്ക്കും. അതിനിടയിൽ ആരെങ്കിലും പോകുന്നുണ്ടോ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കും. അതായത് ശ്രദ്ധ മുഴുവൻ മാറി. ആചാര്യൻ എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുന്നതേ ഇല്ല. കുറേ നേരത്തേക്ക് ആ ലോകത്തെ ആയിരിക്കുകയില്ല. ആ സത്സംഗത്തിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ ഒന്നും മനസ്സ് നിൽക്കില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ ഞാനിവിടെ ഇരിക്കുകയാണല്ലോ, വീണ്ടും മനസ്സിനെ ഒന്ന് ആ ചിന്തയിൽ നിന്ന് മാറ്റി തൊട്ടടുത്തുള്ള ആളുടെ പുസ്തകം നോക്കി അല്ലെങ്കിൽ ആളോട് ചോദിക്കും എവിടെയാ എത്തിയത് എന്നൊക്കെ ചോദിച്ച് വീണ്ടും പതുക്കെ ഒന്ന് മനസ്സിനെ ഈ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. ഇതാണ് രജോ ഗുണിയുടെ ഒരു സ്വഭാവം. ഇനി തമോ ഗുണികളാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, തമോ ഗുണികൾ ഇത്തരം സത്സംഗങ്ങൾക്ക് വരാറേ ഇല്ല. അവർക്ക് അത് അവരുടെ കുഴപ്പമല്ല. അങ്ങനെ വരാൻ തോന്നണമെങ്കിൽ രജോ ഗുണത്തിലെങ്കിലും എത്തി നിൽക്കണം. ഇനി ഒരു പക്ഷേ ഭഗവാന്റെ ഒരു അനുഗ്രഹം കുറച്ചുണ്ടെങ്കിൽ ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ഇങ്ങനെ ഒരു സത്സംഗത്തിന് വന്നിരുന്നാൽ
കുറച്ചു നേരം ഇരിക്കും, പക്ഷെ ഒന്നും മനസ്സിലാവുകയില്ല. കാരണം ആദ്യമായിട്ടായിരിക്കും ഇതൊക്കെ കേൾക്കുന്നത്. ഈ പറയുന്നത് പോലെ തന്നെ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ആധ്യാത്മികം, ആധിഭൗതികം, ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതെന്താണിത് എന്ന് ഇങ്ങനെ ചുറ്റിലും നോക്കും. അപ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ ഈ തമോ ഗുണിയായ ആൾക്ക് ഇവരൊക്കെ എന്തായി എല്ലാം മനസ്സിലായിട്ടാണോ ഇവരൊക്കെ നോക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നിങ്ങനെ ചുറ്റിലും നോക്കും. അങ്ങനെ മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ ഒട്ടും അതിലേക്ക് അങ്ങോട്ട് ശ്രദ്ധ പോവുകയില്ല. പതുക്കെ ആളിങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങും. ഇതാണ് ഒരു തമോ ഗുണി. ഈ 3 ആളുകളെയും നമുക്ക് സത്സംഗത്തിൽ കാണാം. ഈ തമോ ഗുണികൾ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ. കാരണം അവരെ നിർബന്ധിച്ചാൽ മാത്രമേ അവർ വരികയുള്ളൂ. നിർബന്ധിക്കുമ്പോൾ തന്നെ 100 കാര്യങ്ങൾ പറയും. അയ്യോ എനിക്ക് അതുണ്ട് ഇതുണ്ട്, അങ്ങനെ വന്നാൽ ശരിയാവില്ല, എൻ്റെ വീട്ടിലെ കാര്യം അത് ഇതെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഈ കൂടെയുള്ള ആൾ അല്ല ഒരു ദിവസം ഒന്ന് വന്ന് നോക്കൂ എന്ന് പറയുമ്പോഴാണ് ഒന്ന് വരുന്നത് തന്നെ. ആ വന്ന ആളാണ് ഈ പറയുന്നത് പോലെ ഇരുന്നിങ്ങനെ ഉറക്കം തൂങ്ങും. ഇനി ഇതേ ആളുകൾ വീട്ടിലും ഇതേപോലെ തന്നെ സത്വഗുണിയാണെങ്കിൽ നിശ്ചയമായിട്ടും കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടി ഈ പാരായണം ചെയ്യുകയും ശ്രദ്ധിക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. അതേസമയം രജോ ഗുണികളാണെങ്കിൽ, ഇപ്പോൾ ഒരുപാട് ചാനലുകൾ നമുക്ക് ആധ്യാത്മിക കാര്യങ്ങൾ അറിയാനുണ്ട്. സത്വഗുണികളാണെങ്കിൽ ഇത് ആദ്യത്തെ ഭാഗം മാത്രം കേട്ടങ്ങ് വിടുകയില്ല. അവർ തുടർച്ചയായി കേട്ടുകൊണ്ടേയിരിക്കും, അതിനുവേണ്ടി കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്ന് അത് ഒരുപക്ഷെ പുസ്തകമായി സ്വന്തമായി എഴുതിയെടുത്ത് പഠിക്കുന്നവർ വരെയുണ്ട്. അത്രയും ആത്മാർത്ഥതയോടെ പഠിച്ച് മനനം ചെയ്ത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചുകൊള്ളുക, അവർ സത്വഗുണികളാണ്. അതേസമയം രജോ ഗുണികളാണെങ്കിൽ ഇതൊക്കെ തുടക്കത്തിലൊന്ന് കേൾക്കും, എല്ലാറ്റിൻ്റെയും തുടക്കം കേൾക്കും, പിന്നെ രണ്ടാമത് കേൾക്കാൻ സമയം കിട്ടുന്നില്ല എന്ന് തോന്നുകയാണ്. കാരണം അതിനുവേണ്ടി അതിൻ്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്. അവർക്കപ്പോഴും ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളിലെ തിരക്കിലാണ് താല്പര്യം, അല്ലെങ്കിൽ അത് മാറ്റിവെക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ലാസ്സുകൾ കിട്ടിയാലും പിന്നെ കാണാം, അവിടെ നിൽക്കട്ടെ, അടുത്ത ഇനിയുമുണ്ടല്ലോ ദിവസങ്ങൾ, ഇനിയുമുണ്ടല്ലോ എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. അതാണ് രജോ ഗുണികൾ. തമോ ഗുണികൾ പിന്നെ ആ ഭാഗത്തേക്ക് വരികയില്ല. അത് അവരുടെ കുഴപ്പമല്ല, അതങ്ങനെയാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്, ഈ തമോ ഗുണം എന്നാൽ അജ്ഞാനമാണ്. അജ്ഞാനത്തിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് തമോ ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ ആരാണ് ശരിക്കും. അപ്പോൾ സത്വഗുണം ഏറിയിരിക്കുന്നവർക്ക് മാത്രമേ ആധ്യാത്മിക സാധനയിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. രജോ ഗുണികൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഈ പറഞ്ഞതുപോലെ അവരായിട്ട് തന്നെ ഓരോ ന്യായീകരണങ്ങൾ കണ്ടെത്തും. എനിക്ക് സമയമില്ല, എനിക്കതില്ല, എനിക്ക് സൗകര്യപ്പെടുന്നില്ല, ഇതൊക്കെ അതങ്ങനെ വരുള്ളൂ. അത് അവരുടെ ഉള്ളിലെ രജോ ഗുണമാണ് അവരെ അതിൽ നിന്ന് തടയുന്നത്. ഇനിയുള്ളത് തമോ ഗുണം പറഞ്ഞു. ഇനി ഈ 3 ഗുണങ്ങളെ കൊണ്ടാണ് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നു, ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകത്തിൽ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ. ഈ 3 ഗുണങ്ങളിൽ നിന്ന് 4 വർണ്ണങ്ങളാണ് ഭഗവാൻ സൃഷ്ടിച്ചത്. 4 വർണ്ണങ്ങൾ എന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ, വൈശ്യന്മാർ, ശൂദ്രന്മാർ. ഇന്ന് ഇതൊക്കെ നമ്മളൊരു ജാതിയായിട്ടാണ് പറയുന്നത്. പക്ഷേ ശരിക്കും ഭഗവാൻ ഇവ വിഭജിച്ചത് ഓരോരുത്തരുടെയും ഈ ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 3 ഗുണത്തിൽ നിന്ന് 4 വർണ്ണങ്ങൾ? ഇതിൽ ആദ്യത്തേത് സത്വഗുണം കൂടുതലായിരിക്കുന്നവരുടെ സ്വഭാവ ഗുണം എന്ന് പറഞ്ഞാൽ ഒരു ശാന്തതയായിരിക്കും, ശാന്തപ്രകൃതി. എന്നാൽ പ്രവൃത്തി ചെയ്യുകയും ചെയ്യും, വിശ്രമം വേണ്ടിടത്ത് വിശ്രമിക്കുകയും ചെയ്യും. അധാർമിക പ്രവൃത്തികൾ കണ്ടാൽ പ്രതികരിക്കും, പക്ഷെ അതൊന്നും മനസ്സിലേക്ക് എടുക്കില്ല. പ്രതികരിച്ചു കഴിഞ്ഞു, അതിൻ്റെ പുറകെ നടക്കില്ല.
ശാന്തി, സമാധാനം, ക്ഷമ, നിസ്വാർത്ഥമായ സ്നേഹം, അതുപോലെ ഈശ്വര സാക്ഷാത്കാരമാണ് തൻ്റെ ലക്ഷ്യമെന്ന തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ കിട്ടുന്നത്ര സമയം ആധ്യാത്മിക സാധനയ്ക്കായിട്ട് സമയം മാറ്റിവെക്കുക. ഇങ്ങനെയൊക്കെ ആര് ചെയ്യുന്നുവോ അവരെല്ലാം ബ്രാഹ്മണരാണ്. അവരാണ് സത്വഗുണ പ്രധാനികൾ, അവർ ബ്രാഹ്മണരാണ്. എന്നാൽ എല്ലാ മനുഷ്യനിലും ഈ 3 ഗുണങ്ങളുമുണ്ട്. എല്ലാവരിലും എല്ലാമുണ്ട്. സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും എല്ലാവരിലുമുണ്ട്. പക്ഷേ ഏതിനാണോ മുൻതൂക്കം അതിനനുസരിച്ചാണ് അയാൾ ബ്രാഹ്മണനാകുന്നത്. അപ്പോൾ സത്വഗുണം മുൻതൂക്കം ആയിട്ട്, അതായത് മുന്നിൽ നിൽക്കുന്ന ഒരാൾ ബ്രാഹ്മണനാണ്. അത് ജാതിയല്ല. ആരും അതെ, ഈ പറഞ്ഞ സ്വഭാവ ഗുണങ്ങളൊക്കെ ഒപ്പം ഈശ്വര സാക്ഷാത്കാരത്തിനായിട്ടുള്ള നിരന്തര സാധന ആര് ചെയ്യുന്നുവോ അവരൊക്കെ സത്വഗുണികളാണ്, അവരൊക്കെ ബ്രാഹ്മണരാണ്, ഭഗവാന്റെ അഭിപ്രായ പ്രകാരം. ഇനി രജോ ഗുണികൾ, അതായത് ക്ഷത്രിയന്മാരുടെ ഒരു അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കർമ്മത്തിന് പ്രാധാന്യം കൊടുക്കും. എന്നാൽ രജോ ഗുണത്തിന് തൊട്ട് താഴെയായിട്ട് സത്വഗുണം വരും. അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രവൃത്തി മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയായിരിക്കും. അവിടെ സ്വാർത്ഥത കുറവായിരിക്കും. അങ്ങനെയുള്ള സദ്ഗുണസമ്പന്നരായ ഒരുപാട് രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരാണ് ശരിയായ ക്ഷത്രിയന്മാർ. ഇങ്ങനെയുള്ള ആളുകൾ ഇന്നുമുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിലുണ്ടാവും ഒരുപാട് പരോപകാരികളായിട്ടുള്ള ആളുകൾ. അവർ ഒരു പേരും പ്രശസ്തിയും ആഗ്രഹിക്കുകയില്ല. പക്ഷേ ഇപ്പോൾ ഒരു കല്യാണ വീടാവട്ടെ, മരണ വീടാവട്ടെ, എന്ത് ഫംഗ്ഷൻ നടക്കുമ്പോഴും അവിടെ അവരുണ്ടാകും. അവിടുത്തെ ആളായി നിന്ന് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഒരു മുന്നിൽ നിന്ന് കാര്യങ്ങൾ നിശ്ചയിക്കും. അതിനൊരു പ്രത്യേക കഴിവാണ് അവർക്ക്. അതാണ് ക്ഷത്രിയന്റെ ഗുണമാണത്. അങ്ങനെ മുന്നിൽ നിന്ന് നയിക്കും. പക്ഷെ ആരും അവരെ പ്രത്യേകിച്ച് ആനയിച്ചു കൊണ്ടുവരണം എന്നൊന്നുമില്ല. സ്വയം പണിയെടുക്കുകയും ചെയ്യും, മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യും, എല്ലാം ഓടി നടന്ന് പണിയെടുക്കും. എന്നാൽ വല്ലപ്പോഴുമൊക്കെ പലരും ചിലപ്പോൾ അവരെ അവഗണിച്ചേക്കാം. എന്നാലും അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും അടുത്ത ഒരു അതേ നാട്ടിൽ തന്നെ വേറൊരു വീട്ടിൽ ഇതേ ആവശ്യം വന്നാൽ അവിടെ ഓടിച്ചെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെയുള്ള ഒരുപാട് പരോപകാരികൾ നമ്മുടെയൊക്കെ നാട്ടിലുണ്ട്. അവരൊക്കെ ക്ഷത്രിയന്മാരാണ്. എന്നാൽ ഇതേപോലെ രജോ ഗുണം മുന്നിൽ നിൽക്കുന്നു, എന്നാൽ തൊട്ട് താഴെയായിട്ട് തമോ ഗുണം നിൽക്കുന്നുവെങ്കിൽ അവർ പ്രവർത്തിക്കും. പക്ഷേ ആർക്കു വേണ്ടി? അവർക്ക് വേണ്ടി തന്നെ. അവരാണ് വൈശ്യന്മാർ. ഈ വൈശ്യന്മാരുടെ പ്രധാന ഉപജീവന മാർഗം എന്നത് കൃഷി, വ്യാപാരം, ബിസിനസ് ഇതൊക്കെയാണ്. ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയും നമുക്ക് ഏകദേശം ഈ വൈശ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്താം. അതായത് നേതാക്കന്മാരായിട്ട് നിൽക്കും, പക്ഷെ സ്വയം പണിയെടുക്കില്ല, മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കും. അതാണ് വ്യാപാരികൾ അങ്ങനെയാണ്. അതുപോലെ സ്വന്തമായി കൃഷിഭൂമിയുള്ള ജന്മികൾ, പണ്ടത്തെ കാലത്ത് ജന്മികളൊക്കെ അങ്ങനെയാണ്. അവർക്ക് കൃഷിഭൂമി ഉണ്ടാകും, അവർ മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് പണമുണ്ടാക്കും. അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ പദ്ധതി തയ്യാറാക്കാനുള്ള ഒരു കഴിവ്, ഒരു ബുദ്ധി അവർക്കുണ്ടാകും. അതുകൊണ്ടാണ് അവർ നേതാക്കന്മാരാകുന്നത്. അങ്ങനെയുള്ള നേതാക്കന്മാരെ അനുസരിച്ച് ജീവിക്കുന്ന കുറേ അനുയായികൾ അല്ലെങ്കിൽ അവരുടെ ജോലിക്കാർ, ഇപ്പോൾ ബിസിനസ്സുകാരാണെങ്കിൽ അവരുടെ ജോലിക്കാരുണ്ടാകും. കൃഷി സ്വന്തമായി ഭൂമിയുള്ളവർ ആളാണെങ്കിൽ അവർക്കും ഇതുപോലെ പണിക്കാരായിട്ട് കുറേ പേരുണ്ടാകും. അങ്ങനെ ഒരു യജമാനനായിട്ട് നിൽക്കാനുള്ള ഒരു ഗുണമാണ് ഈ പറഞ്ഞ വൈശ്യന്മാരുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി ഈ ശൂദ്രന്മാർ എന്ന് പറയുന്നത് തമോ ഗുണികളെയാണ്. അതിൽ തന്നെ നമുക്ക് ഈ തമോ ഗുണത്തെ തന്നെ 2-3 വിധത്തിൽ പറയാം. തമോ ഗുണം ഏറിയിരിക്കുന്നുവെങ്കിലും ഈ രജോ ഗുണവും സത്വഗുണവും ഒക്കെ ഏകദേശം തുല്യമായി വന്നാൽ അവർ ഏറ്റവും നല്ല സേവകരായിരിക്കും. ഇപ്പോൾ നേരത്തെ പറഞ്ഞ വൈശ്യന്മാർക്ക്, അതുപോലെ ക്ഷത്രിയന്മാർക്ക്, ബ്രാഹ്മണന്മാർക്ക്, അവർക്കൊക്കെ നല്ലൊരു സേവകനെ കിട്ടിയാൽ അവരുടെ ജീവിതവും വിജയിക്കും, ഈ സേവകന്റെ ജീവിതവും വിജയിക്കും. നമ്മുടെ നാട്ടിൽ നേതാക്കന്മാർ മാത്രം പോരല്ലോ, യജമാനന്മാർ മാത്രം പോരാ. അവർ പറയുന്നതിനനുസരിച്ച് ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്ന ജീവനക്കാരും വേണം. അങ്ങനെയുള്ളവരാണ് ഈ ശൂദ്രന്മാർ എന്ന് പറയുന്നത്. അവരുടെ ഒരു സ്വഭാവം തന്നെ സേവക മനോഭാവമാണ്.
അതുകൊണ്ടാണ് ഈ ശൂദ്രജാതിയോടുകൂടെ സ്ത്രീകളുടെ പേര് പറയുന്നത്. കാരണം സ്ത്രീകളുടെ പൊതു സ്വഭാവം ഈ സേവക മനോഭാവമാണ്. പക്ഷെ ഇന്ന് കുറെ മാറി. കുറെ സ്ത്രീകളൊക്കെ യജമാന സ്ഥിതിയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ക്ഷത്രിയ ഭാവത്തിലേക്കൊക്കെ പല സ്ത്രീകളും മാറിയിട്ടുണ്ട്. പക്ഷെ പൊതുവെ പറയുന്നത് അങ്ങനെയാണല്ലോ. ഒരു വീട്ടിൽ, അതിപ്പോ സ്വന്തം വീട്ടിലായാലും എല്ലാവരെയും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് സ്ത്രീകൾ എന്നൊരു കാഴ്ചപ്പാട് ഇപ്പോഴും ഉണ്ട്. പണ്ട് കൂടുതലായിരുന്നു, ഇപ്പോൾ കുറച്ച് ഇല്ല എന്നും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോയാലും അവിടെയും എല്ലാവരെയും അനുസരിക്കുക, അവരെ സേവിക്കുക, അതാണ് സ്ത്രീകൾ ചെയ്യേണ്ടത് എന്ന ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അതിനൊരു പ്രത്യേക കഴിവുണ്ട് സ്ത്രീകൾക്ക്, അത് വേറെ കാര്യം. പുരുഷന്മാരെക്കാളും സേവക മനോഭാവം സ്ത്രീകൾക്ക് കൂടുതലാണ് എന്നും കാണാം. അതുകൊണ്ടാണ് അവരെ ഈ ശൂദ്രജാതിയോടുകൂടെ ചേർന്ന് പണ്ട് മുതലേ പറഞ്ഞു വരുന്നത്. പക്ഷെ കാലം മാറിയപ്പോൾ എല്ലാം മാറി. ഈ ഒരു കണക്ക് പ്രകാരം നോക്കിയാൽ ശരിക്കു പറഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ ഈ ജാതികളെല്ലാം ഉണ്ടാകും. ബ്രാഹ്മണൻ ഉണ്ടാകും, ക്ഷത്രിയൻ ഉണ്ടാകും, വൈശ്യൻ ഉണ്ടാകും, ശൂദ്രൻ ഉണ്ടാകും. പക്ഷെ ഇത് പഠിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പഠിച്ചിട്ടും ഇത് അറിയാതെ നടിക്കുന്നത് കൊണ്ടോ ഇന്നും ഇതൊക്കെ ഒരു ജാതിയായിട്ട് തുടരുകയാണ്. അച്ഛനും അമ്മയും ഇന്ന ജാതി എങ്കിൽ മക്കളും ഇന്ന ജാതി എന്ന രീതിയിൽ പറഞ്ഞ് നമ്മൾ അങ്ങനെ അങ്ങ് ശീലിച്ചു പോയി. പക്ഷേ ഭഗവത്ഗീത പ്രകാരം സത്വഗുണിയായിരിക്കുന്ന ആളാണ് ബ്രാഹ്മണൻ. ക്ഷത്രിയൻ എന്ന് വെച്ചാൽ ആ രജോഗുണം കൂടുതലും തൊട്ടടുത്തായിട്ട് സത്വഗുണം, അതായത് പരാർത്ഥമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് പണിയും എടുക്കാൻ, മറ്റുള്ളവർക്ക് ബലമായി തീരാൻ അങ്ങനെ സാധിക്കുന്ന പരോപകാരികളായിട്ടുള്ള ആളുകളൊക്കെ ക്ഷത്രിയന്മാരാണ്. ഇനി മറ്റുള്ളവരെ തൻ്റെ കീഴിൽ വെച്ച് പണിയെടുപ്പിക്കുന്ന കൃഷി ഭൂമി സ്വന്തമായുള്ളവർ, വ്യാപാരികൾ, ഇവരൊക്കെ തന്നെ വൈശ്യന്മാരാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശൂദ്രജാതിക്കാരായിട്ടുള്ള, അതായത് സേവക മനോഭാവം ഉള്ളവർ. എന്നാൽ ഈ തമോ ഗുണികൾ തന്നെയാണ് അലസന്മാരും ദുർമാർഗികളുമായി മാറുന്നതും. അത് തമോ ഗുണം, കൂടുതൽ തമോ ഗുണവും മറ്റുള്ള ഗുണമൊക്കെ വളരെ പേരിന് മാത്രം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഈ തമോ ഗുണികൾ ദുർമാർഗത്തിലേക്ക് പോകുന്നത്. കാരണം അവർക്ക് അലസതയാണ്. അതായത് അധ്വാനിച്ച് പണം ഉണ്ടാക്കാൻ വയ്യ, പക്ഷെ പണം വേണം, ആഗ്രഹത്തിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ ഏത് വഴി വേണമെങ്കിലും പണം ഉണ്ടാക്കണം എന്ന ചിന്ത വരുമ്പോഴാണ് ഈ ക്രിമിനലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ഗുണത്തിനനുസരിച്ചാണ് മനുഷ്യൻ വ്യത്യാസപ്പെടുന്നത്. അപ്പോൾ ഈശ്വരനെ നമ്മൾ അറിഞ്ഞു തുടങ്ങണമെങ്കിൽ സത്വഗുണിയായി മാറണം. രജോ ഗുണവും കുഴപ്പമില്ല, പക്ഷെ അവിടെ നിന്നും നമ്മൾ മുകളിലേക്ക് കയറിപ്പോകണം. അതിനാണ് ആദ്യം നമ്മൾ ആരാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാവണം. അതിനാണ് ഏകദേശം ഈ സ്വഭാവം പറഞ്ഞത്. ഓരോ ഗുണക്കാരുടെയും സ്വഭാവം ഇതറിഞ്ഞു കഴിഞ്ഞിട്ട് ഞാനൊരു തമോ ഗുണിയാണോ, രജോ ഗുണിയാണോ, സത്വഗുണിയാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഇതിലേതിലാണ് ഞാൻ പെടുന്നത്, ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈശ്വര സാക്ഷാത്കാരമാണ് ലക്ഷ്യമെങ്കിൽ നമ്മൾ പതുക്കെ സത്വഗുണിയായി തീരേണ്ടതുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞു, ഭഗവത്ഗീത പഠിക്കുമ്പോഴാണ് പൂർണ്ണമായി നമുക്കിതിനെക്കുറിച്ച് നല്ലൊരു ധാരണ ലഭിക്കുന്നത്. മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. 17ാമത്തെ അധ്യായത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ ഭക്ഷണക്രമത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതായത് ആഹാരവും സാത്വികവും രാജസികവും താമസികവുമായിട്ട് 3 വിധത്തിലുണ്ട്. നമ്മുടെ ആയുസ്, മനഃശക്തി, ബലം, ആരോഗ്യം, സുഖം, പ്രീതി ഇവ വർദ്ധിപ്പിക്കുന്നതും രുചികരമായിട്ടുള്ളതും ഉണ്ടാക്കിയിട്ട് 3 മണിക്കൂർ കഴിയാത്ത, അതായത് അത്രയും ശുദ്ധമായിട്ടുള്ള 3 മണിക്കൂറിനുള്ളിൽ നമ്മൾ ആ ഭക്ഷണം കഴിച്ചിരിക്കണം എന്നാണ്. അപ്പോഴാണ് അത് ശുദ്ധമായ ഭക്ഷണമാകുന്നത്. അത്യാവശ്യം എണ്ണമയമുള്ള പോഷക ഗുണമുള്ള ആഹാരമാണ് സാത്വിക ആഹാരം. അതായത് ആ ഭക്ഷണം കഴിച്ചാൽ നമുക്ക്
ശാരീരികമായ ഒരു പ്രശ്നവും ഉണ്ടാവരുത്. എരിപൊരി സഞ്ചാരം അങ്ങനെ ഉണ്ടാവരുത്, അസിഡിറ്റി ഉണ്ടാവരുത്, മനസ്സുഖം ഉണ്ടാകണം. ഒരു ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റാൽ മനസ്സിനൊരു സുഖം ഉണ്ടാവണം. അതിന് ആ ഭക്ഷണം ശുദ്ധമായിരിക്കണം. അതുപോലെ എണ്ണമയം, കുറച്ച് എണ്ണമയം വേണം, രുചികരമായിരിക്കണം. അതിന് ഈ രുചി എപ്പോഴാണ് പോകുന്നതെന്ന് വെച്ചാൽ ഉണ്ടാക്കി സമയം കഴിയുന്തോറും അതിൻ്റെ രുചി നഷ്ടപ്പെടും. പക്ഷെ നമ്മൾ ഈ കഴിച്ച് ശീലിച്ചത് കൊണ്ട് നമുക്ക് ആ രുചി നഷ്ടപ്പെടുന്നതൊന്നും മനസ്സിലാവുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് നമ്മൾ ഈ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഏത് പലഹാരവും ബേക്കറിയിൽ നിന്ന് വാങ്ങി ശീലിച്ച് കഴിച്ചിട്ട് നമുക്കതിൻ്റെ രുചി പിടിച്ചിട്ടുണ്ടാകും. പക്ഷെ അതേ സാധനം തന്നെ നമ്മൾ ഫ്രഷായി വീട്ടിൽ ഉണ്ടാക്കി നോക്കിക്കോളൂ, അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ആ ശുദ്ധമായിട്ട് അപ്പോൾ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അത് വേറെ തന്നെയാണ്. അത്തരം രുചികരമായ ഭക്ഷണമാണ് സാത്വിക ഭക്ഷണം എന്നാണ് പറയുന്നത്. ഇനി രാജസികമായ ഭക്ഷണം എന്ന് പറയുന്നത് നല്ല എരി, നല്ല പുളി, ഉപ്പ്, പിന്നെ ചൂട്, അത്യധികമായ ചൂട്, ഉണ്ടാക്കിയ ഉടനെ കഴിക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും ദാഹം ഉണ്ടാവുക. ഈ മൈദ പോലെയുള്ള ഭക്ഷണം, മൈദ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അങ്ങനെയാണ്, ഭയങ്കര ദാഹമായിരിക്കും. അതുപോലെ അമിതമായ നെയ്പശ ഉള്ള ഭക്ഷണം കഴിച്ചാലും എണ്ണമയമുള്ള ഭക്ഷണം കഴിച്ചാലും ദാഹമുണ്ടാകും. അപ്പോൾ ഇതൊക്കെ തന്നെ രാജസികമായ ആഹാരമാണ്. ഇവ നമുക്ക് ദുഃഖം, ശോകം, രോഗം ഇവയെ ഉണ്ടാക്കുന്നു. ഇത് രാജസികമാണ്. ഇപ്പോൾ അച്ചാറ്, പപ്പടം ഇതൊക്കെ രാജസികമായ ഭക്ഷണങ്ങളാണ്. ഇനി താമസികമായ ഭക്ഷണം എന്ന് വെച്ചാൽ ഉണ്ടാക്കിയിട്ട് 3 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ ശുദ്ധി നഷ്ടപ്പെടുന്നു എന്നാണ് ശരിക്കും പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ സൗകര്യം കൊണ്ട് രാവിലെ ഉണ്ടാക്കിയത് തന്നെ ഉച്ചയ്ക്കും രാത്രിയിലും ഒക്കെ കഴിക്കാറുണ്ട്. വളരെ അപൂർവം ആയിട്ട് മാത്രമേ അപ്പോൾ ഉണ്ടാക്കി കഴിക്കാറുള്ളൂ. അപ്പോൾ ശരിക്കും അതാണ് ശരിയായ സാത്വിക ഭക്ഷണം. അപ്പോഴുണ്ടാക്കി, എന്നാൽ കുറച്ചൊന്ന് ചൂട് ആറിയിട്ട് കഴിക്കുക. അതേസമയം ഈ താമസികമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഈ സ്വാദ് പോയതും പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജ് ഉള്ളത് കൊണ്ട് 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ടാക്കി വെച്ച് ചൂടാക്കി കഴിച്ചാൽ അത് തമോ ഗുണപ്രധാനമായ ഭക്ഷണമാണ്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ മനഃശുദ്ധിക്ക് കാരണമായി തീരുന്നത്. അതുകൊണ്ട് സാത്വികമായ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ സാത്വികമായി തീരും. രാജസികമായ ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സും രാജസികമായി തീരും, അതായത് രജോ ഗുണം വർദ്ധിക്കും. തമോ ഗുണപ്രധാനമായ ഭക്ഷണം സ്ഥിരം കഴിക്കുമ്പോൾ ഈ പറയുന്ന ആലസ്യം, അലസത, മന്ദത ഇതൊക്കെ നമുക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെയാണ് ദാനത്തെയും ഭഗവാൻ 3 തരംതിരിക്കുന്നുണ്ട്. നമ്മൾ ദാനം കൊടുക്കാറുണ്ട്. അപ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ, അതായത് ഞാൻ കൊടുക്കുന്നു, എൻ്റെ ഔദാര്യമാണിത് എന്നൊന്നും ഭാവിക്കാതെ, ഭഗവാനെ എനിക്കിത് ചെയ്യാൻ സാധിച്ചുവല്ലോ എന്ന സന്തോഷത്തോടുകൂടി ആരെയും അറിയിക്കാതെ, അതായത് ഞാനിതാ ദാനം ചെയ്യാൻ പോകുന്നു എന്ന് ഫോട്ടോ എടുപ്പിച്ച് അങ്ങനെ ഒന്നും ചെയ്യാതെ, കൊടുത്തയാളും വാങ്ങിയയാളും മാത്രം അറിയും, ഭഗവാനും അറിയും. ഈ 3 പേരല്ലാതെ മറ്റൊരാളും ആ ദാനത്തെക്കുറിച്ച് അറിയുകയില്ല. മാത്രമല്ല, കൊടുത്തു കഴിഞ്ഞാൽ അത് മറക്കുകയും ചെയ്യും. അതാണ് സാത്വികമായ ദാനം എന്ന് പറയുന്നത്. ഇനി രാജസികമായ ദാനം എന്ന് വെച്ചാൽ, ഒരു ദാനം കൊടുത്തു, അത് 4 പേരറിയണം, അതിനുവേണ്ടി ഫോട്ടോഗ്രാഫർമാരെയൊക്കെ കൊണ്ടുവന്നു, വേണമെങ്കിൽ അതിനൊരു ഫംഗ്ഷൻ തന്നെ വെച്ചിട്ട് ഞാനിതാ ഇന്ന പണം, അല്ലെങ്കിൽ ഇത്ര ആളുകൾക്ക് ഇത്ര പണം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഞാൻ കന്യാദാനം നടത്തുന്നു, അല്ലെങ്കിൽ അമ്പലത്തിൽ ഞാൻ ഇന്നത് കൊടുക്കുന്നു, അതിനൊരു ഫംഗ്ഷൻ വെച്ച് ഇങ്ങനെ 4 പേരറിഞ്ഞ് നടത്തുന്ന ദാനം, അതാണ് പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഫലമുദ്ദേശിച്ച് ഇങ്ങനെയൊക്കെ ദാനം ചെയ്താൽ എനിക്ക് പുണ്യം കിട്ടും, അതിനുവേണ്ടി ഞാനിതാ ദാനം ചെയ്യുന്നു ഇങ്ങനെ. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വൈമനസ്യമുണ്ടാകും. എൻ്റെ പണമാണല്ലോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണല്ലോ ഈശ്വര ഈ പോകുന്നത് എന്ന വൈമനസ്യത്തോടെ ചെയ്യപ്പെടുന്ന ദാനം രാജസികമായ ദാനമാണ്. ഇനി
താമസികമായ ദാനം എന്നത് ഒട്ടും യോഗ്യതയില്ലാത്ത ആളുകൾക്ക് പേരിനും പ്രശസ്തിക്കും വേണ്ടി മാത്രം ദാനം ചെയ്യുക. ശരിക്കും അവർക്ക് അതിനുള്ള അർഹതയുണ്ടോ, ഈ ദാനത്തിന് അവർ അർഹരാണോ, ഇതൊന്നും നോക്കാതെ, പിന്നെ ബഹുമാനം കൂടാതെ ഇതൊക്കെ എൻ്റെ ഔദാര്യമാണ് എന്ന ഒരു ഭാവത്തിൽ, വേണമെങ്കിൽ ഇനിയും ഞാൻ തരും, പക്ഷെ ഞാൻ പറയുന്നത് പോലെയൊക്കെ ചെയ്തു തന്നാൽ ഞാൻ വേണമെങ്കിൽ ഇനിയും നിനക്ക് തരാം എന്നൊക്കെയുള്ള ഒരു അവജ്ഞയോടെയും ബഹുമാനം ഒന്നുമില്ലാതെയൊക്കെ ചെയ്യുന്ന ദാനമാണ് താമസികമായ ദാനം. അപ്പം ഇങ്ങനെയൊക്കെ ഭഗവാൻ വളരെ വിശദമായിട്ട് ഈ ത്രിഗുണങ്ങളെ കുറിച്ചിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ത്രിഗുണങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സാമാന്യമായ അറിവ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ വേണ്ടത് തമോ ഗുണികളാണ് എങ്കിൽ ആ അലസതയൊക്കെ മാറ്റിയിട്ട് ആദ്യം നമ്മൾ രജോ ഗുണികളാകണം. നല്ല കർമ്മനിരതരായിട്ട് ഉത്സാഹത്തോടെ കർമ്മം ചെയ്യുന്നവരായി തീരണം ആദ്യം. അതും കഴിഞ്ഞിട്ട് മനസ്സിനൊരടക്കം വരുത്തി സത്വഗുണികളാകണം. അങ്ങനെ സത്വഗുണികളാകുമ്പോഴാണ് ഈശ്വരനെ അറിയാനും അറിഞ്ഞനുഭവിച്ച് ജീവിക്കാനും സാധിക്കുക. അങ്ങനെ എല്ലാവർക്കും സത്വഗുണികളായി ഭഗവാനെ അനുഭവിച്ചറിയാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.